ഈ പോലീസിന്റെ അതിക്രമം, പോലീസിന്റെ അക്രമം, അവർ കാണിക്കുന്ന ഇത് കേരളത്തിനെ സംബന്ധിച്ചോളം ഒരു പുതിയ വാർത്തയൊന്നുമല്ലല്ലോ. ഏത് കാലഘട്ടത്തിലും ഈ അഹങ്കാരികളായിട്ടുള്ള വലിയ വിഭാഗം ഈ പോലീസിന്റെ അകത്തുണ്ട്. പോലീസിനാണെങ്കിൽ ഒരുപാട് പവേഴ്സും ഉണ്ട്. ഒരു സാധാരണക്കാരന്റെ ജീവിതം തോന്നാണ്ടാക്കാൻ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ മതി. പൊതുവെ നല്ല പോലീസുകാർ ഒരുപാടുണ്ട്, നല്ല ആൾക്കാരും ധാരാളമുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇതുപോലെയുള്ള ക്രിമിനൽസ് കടന്നുകൂടിയാൽ അത് വലിയ പ്രശ്നമാണത്. ഇപ്പോഴെന്നല്ല, അത് ഏത് കാലത്തും അങ്ങനെ തന്നെയാണ്. എങ്കിലും സമീപകാലത്തൊക്കെ അതിൻ്റെ അകത്ത് കുറെ അധികം വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാര് ഒക്കെ ഉള്ളത് കൊണ്ട്, പിന്നെ ശക്തമായ ഇവിടുത്തെ മീഡിയ, സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങൾ ശക്തമായതുകൊണ്ടും ഇവർക്ക് പല പരിമിതികളുമുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ ക്രിമിനലുകളെ സംബന്ധിച്ചിടത്തോളം ഈ പരിമിതികളൊന്നും അവർക്ക് പ്രശ്നമല്ല. അത് ഈ കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഇവരുടെ ധാരാളം ഈ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളായി നടന്നിരുന്നവർ പല വഴിക്കൂടെയും പോലീസിന്റെ ഭാഗമായിട്ടുണ്ട്, പോലീസ് സേനയിൽ കടന്നുകൂടിയിട്ടുണ്ട്. അവർ അതിൻ്റെ അകത്ത് ശരിക്കും അവരെങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് വിടുപണി എടുത്തിട്ടുള്ളത്, അതേ മനോഭാവത്തോടു കൂടിയാണ് അവർ പോലീസിലും വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ കാറ്റിന് പോലും അറിയാവുന്ന കാര്യങ്ങളാണത്. വല്ലപ്പോഴുമാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നതും മീഡിയയിലൊക്കെ ചർച്ചയാകുന്നതും. അല്ലാതെ ഒട്ടുമിക്ക ആൾക്കാരും ഈ പോലീസിന്റെ കയ്യിൽ നിന്ന് 2 അടി മേടിച്ചു കഴിഞ്ഞാൽ അവരെ ഒന്ന് സ്വയം ശപിച്ചുകൊണ്ട് അവരെ മനസ്സാഭ്രാഹിക്കൊണ്ട് വീട്ടിൽ പോയിരിക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ ഇങ്ങനെയൊന്നും ഉണ്ടായി എന്നുള്ളത് ഓക്കെ, നല്ല കാര്യം. പക്ഷെ എനിക്ക് ഇവിടെ ഇതിൻ്റെ അകത്ത് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കുറച്ച് ദിവസം മീഡിയ ഇതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യും. അത് കഴിഞ്ഞാൽ അതുവരെയുള്ളൂ. ഇതൊന്ന് തണുക്കുന്നത് വരെയുള്ള ഈ ചോരത്തിളപ്പൊക്കെ തന്നെ ഇവിടെ എല്ലാവർക്കും ഉണ്ടാവുകയുള്ളൂ, മീഡിയക്കടക്കം ഉണ്ടാവുകയുള്ളൂ. ഒരു സംശയവുമില്ല. അത് വളരെ നന്നായിട്ട് പോലീസിനും സർക്കാരിനും അറിയുകയും ചെയ്യാം. അതുവരെ ഈ ഒരു സസ്പെൻഷനിൽ കൂടെ അങ്ങനെയൊക്കെ തള്ളി വെച്ച് പതുക്കെ അങ്ങ് തള്ളിക്കൊണ്ടു പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ പോലീസുകാര് വീണ്ടും അവർ തിരികെ സർവീസിൽ കയറും. അവരവരുടെ ഓരോ സ്ഥലങ്ങളിൽ ഇതേ കാര്യങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.